എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്നലത്തെ വീഡിയോ കാണാത്ത ആളുകൾ ഒന്ന് കണ്ടു നോക്കുക. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വർക്ക് ലൈഫ് ബാലൻസ് എന്താണ് എന്നുള്ളതും അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതും ഈ ഒരു കാലഘട്ടത്തിൽ അധികം ആളുകൾക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി നിങ്ങളുടെ സന്തോഷകരമായിട്ടുള്ള ജീവിതത്തെ, നിങ്ങളുടെ സമാധാനത്തെ അഫക്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ബേസിക്കലി വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ലൈഫും ജോലിയും കരിയറും ഒക്കെ ഒരു ബാലൻസിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുക. എന്നാൽ നമ്മളിൽ ഭൂരിപക്ഷം ആളുകൾക്കും അത്തരത്തിലൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റാറില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ജോലി സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ്. നിങ്ങൾക്ക് ശമ്പളം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേ ടു ഡേ എക്സ്പെൻസുകൾ, നിങ്ങളുടെ ഡെയിലി നീഡ്സ് മീറ്റ് ചെയ്യാതെ വരുന്ന സമയത്ത് അത് നിങ്ങളുടെ ബന്ധങ്ങളിലും നിങ്ങളുടെ വീട്ടിലും മോശമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. നമ്മൾ വിചാരിക്കും വർക്ക് ലൈഫ് ബാലൻസ്, ടോക്സിക് വർക്ക് കൾച്ചർ അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. മുന്നേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. മുന്നേ അതിലും ഭീകരമായിട്ടുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മളുടെയൊക്കെ പലരുടെയും പേരന്റിങ് വളരെ മോശമായി മാറിയത്. നമ്മളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ വളരെ മോശമായിട്ട് മാറിയത്. നമ്മൾ എപ്പോഴും പരാതി പറയുന്ന ഒരു സംഗതിയാണ്, യങ്സ്റ്റേഴ്സും ടീനേജേഴ്സും ഒക്കെ പരാതി പറയുന്ന ഒരു സംഗതിയാണ്. അച്ഛനും അമ്മയൊക്കെ തങ്ങളെ നോക്കിയതിന്റെ കണക്ക് പറയുന്നു, അവർ കഷ്ടപ്പെട്ടതിന്റെ കണക്ക് പറയുന്നു. ഈ കണക്ക് പറച്ചിൽ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? വർക്ക് ലൈഫ് ബാലൻസ് പ്രോപ്പർ ആവാത്തത് കൊണ്ടാണ് ആ ഒരു കണക്ക് പറച്ചിൽ ഉണ്ടാവുന്നത്. അവരുടെ ആ ഒരു കഷ്ടപ്പാടുമായിട്ട് അവർ വീട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അവരുടെ ജോലിയിൽ അവർ സംതൃപ്തരല്ല എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി. പകൽ മുഴുവൻ പണിയെടുത്ത് വന്ന ഒരാളാണ് ഞാൻ, മടുത്തിട്ട് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകണമെന്ന് ശഠിക്കുന്ന ആളുകളും ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് പ്രോപ്പർ അല്ലാത്ത ആളുകളിൽ പെടുന്ന ഒരു ഭൂരിപക്ഷമാണ്. പിന്നെ ചില ആളുകൾ അവരുടെ സ്വഭാവത്തിന്റെ ഒരു മേന്മ കൊണ്ടും അത്തരത്തിൽ വളരെ മോശമായിട്ട് കുടുംബാംഗങ്ങളോട് പെരുമാറാറുണ്ട്. ഇന്നത്തെ കാലത്ത് വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് നിർബന്ധമായും എല്ലാ ആളുകളും ചിന്തിക്കണം. അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അഹോരാത്രം പണിയെടുക്കണമെന്ന് ഇവിടെ ഇരുന്ന് വളരെ ഈസി ആയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം ഉറപ്പായിട്ടും ഇവിടെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. കുറഞ്ഞ വരുമാനമാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് വരുമാനം വളരുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ആ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും? കാരണം കുറഞ്ഞ വരുമാനമാണ് പലപ്പോഴും ഈ ഒരു ബാലൻസ് തെറ്റിക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഗതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറഞ്ഞ വരുമാനത്തിൽ എങ്ങനെ വളരെ സന്തോഷമായിട്ട് ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ആദ്യമായി പറയുന്നത്. പക്ഷെ അതിനേക്കാളും മുൻപേ പറയേണ്ട ഒരു സംഗതി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കുറഞ്ഞ വരുമാനത്തിന്റെ കാരണം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് വരുമാനം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ ഉറപ്പായും കണ്ടെത്തി കുറച്ച് വർഷങ്ങൾക്കുള്ളിലെങ്കിലും അത് പരിഹരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഒരു ബാലൻസ് നമുക്ക് ഫ്യൂച്ചറിലേക്കും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. എനിക്ക് ഒരു ഹൗസിംഗ് ലോൺ ഉണ്ട്. ഒരു 10 ലക്ഷം രൂപയാണ് ഹൗസിംഗ് ലോണിൽ അടയ്ക്കാനായിട്ടുള്ളത്. 10 ലക്ഷം രൂപയാണ് ഞാൻ ലോണായിട്ട് എടുത്തത്. ഈ ഹോം ലോണിന്റെ തിരിച്ചടവ് മാസം 10,000 രൂപ വെച്ചിട്ടാണ്. അത് കറക്റ്റായി EMI ആയി ഞാൻ അടയ്ക്കുന്നുണ്ട്. അങ്ങനെ അടയ്ക്കുന്ന സമയത്ത് ഒരു വർഷം 10,000 വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 12 മാസം 1,20,000 വരും. 2 വർഷം നോക്കുന്ന സമയത്ത് ഏകദേശം 2,40,000 രൂപ വരും. ഈ 2,40,000 രൂപ ഞാൻ EMI അടയ്ക്കുന്ന സാഹചര്യത്തിൽ ഈ ലോൺ ബാലൻസ് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഏകദേശം 9,50,000 തന്നെ കിടക്കുകയാണ്. അധികം തുകയും പലിശ ഇനത്തിലേക്കാണ് പോയത്. ഇവിടെ ഞാൻ ഇങ്ങനെ അടച്ചുകൊണ്ടിരുന്നാൽ ഈ ലോണ് ഉടനെ എങ്ങും തീരത്തില്ല. അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് കടുത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു ലോണിനെ നമ്മൾ ഈസി ആയിട്ട് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ വരുമാനം കൂടണം. അപ്പോൾ ഈ വരുമാനം കൂട്ടാനായിട്ടുള്ള വഴികൾ ആലോചിക്കണം. പാസീവ് ഇൻകം എന്ന് പറയുന്നത് ഈ യൂട്യൂബ് പോലുള്ള പരിപാടികൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സൈഡ് ബിസിനസ്സുകൾ, അതെല്ലാം വളരെ സെക്കൻഡറി ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. മെയിൻ ആയിട്ടുള്ള ഇൻകം നമ്മൾ കൂട്ടേണ്ടതുണ്ട്. അത് നിങ്ങളുടെ കരിയറിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസം കുറവുണ്ട്, നിങ്ങൾക്ക് ഒരു ഹൈയിലേക്ക് പോകാൻ പറ്റാത്ത ഒരു തടസ്സം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കാര്യങ്ങളെ സമീപിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് മാത്രം വെറുതെ ഇരുന്ന് ടെൻഷൻ അടിക്കുക എന്നുള്ളതാണ് അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിലും, ഈ പറയുന്ന തടസ്സങ്ങൾ വളരെ ഈസി ആയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിലും വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വീട്ടിൽ വന്നിട്ട് ബാക്കിയുള്ള ആളുകളോട് മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. നമ്മൾ അതിനെയും ഒരു സൈഡിൽ കൂടെ വളരെ ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അയ്യോ എനിക്ക് ലോണുണ്ട്, അതെനിക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല, അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോകുന്നു എന്ന് വിചാരിച്ചിട്ട് ആങ്ഷ്യസ് ആയിട്ട് കാര്യമുണ്ടോ? ആ ഒരു ആങ്സൈറ്റി കൊണ്ട്
ഏതെങ്കിലും ഒരു പലിശ നിരക്ക് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഫസ്റ്റ് നടപടി എന്ന് പറയുന്നത് നമ്മളുടെ നിലവിലെ സാമ്പത്തിക അവസ്ഥയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ മിഡിൽ ക്ലാസ്സിലാണോ, അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സിലാണോ, അപ്പർ മിഡിൽ ക്ലാസ്സിലാണോ, റിച്ച് ആയിട്ടാണോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലെ പല ആളുകളോടും ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂരിപക്ഷം ആളുകളോടും ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു ഉത്തരം പറയും, ഞങ്ങൾ മിഡിൽ ക്ലാസ് ആണ്. ആക്ച്വലി നിങ്ങൾ മിഡിൽ ക്ലാസ് ആണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. മിഡിൽ ക്ലാസിന്റെ ഇൻകം റേഞ്ചൊക്കെ വളരെയധികം മാറിയിട്ടുണ്ട്. അപ്പോൾ ലക്ഷത്തിന് മുകളിലേക്കൊക്കെ പോകുന്ന ഇൻകം ഉള്ള ആളുകളെ മിഡിൽ ക്ലാസ്സിൽ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 25,000 30,000 ശമ്പളം വാങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിഡിൽ ക്ലാസ് ആണ് നമ്മൾ പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ പിന്തുടരേണ്ടതില്ല. അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ, മിഡിൽ ക്ലാസിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ പിന്തുടരാൻ ശ്രമിക്കുന്ന സമയത്താണ് നമ്മൾ വീണ്ടും വീണ്ടും വലിയ കടത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ ഏത് സാമ്പത്തിക അവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ 1-2 വഴികൾ ഞാൻ പറയാം. നിങ്ങളുടെ അക്കൗണ്ടിൽ എമർജൻസി ഫണ്ടായിട്ട് 6 മാസത്തെ നിങ്ങളുടെ വരുമാനം ഉണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയധികം നല്ലൊരു സാമ്പത്തിക അവസ്ഥയിലല്ല. കാരണം നിങ്ങളുടെ ജോലി പോയി കഴിഞ്ഞാൽ കുടുംബത്തിന് ജീവിക്കാൻ 6 മാസത്തെ പൈസ നിങ്ങൾക്ക് ബാക്കപ്പ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുട്ടികൾക്കും സുരക്ഷിതമായിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ടേം ഇൻഷുറൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇത്ര ലക്ഷം രൂപ നിങ്ങളുടെ കുടുംബത്തിന് കിട്ടും, അവരുടെ ഭാവി സുരക്ഷിതമാവും. അപ്പോൾ അങ്ങനെയുള്ള ടേം ഇൻഷുറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപടി സാമ്പത്തിക ഭദ്രത ഉള്ളൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് അവിചാരിതമായിട്ടുള്ള ഒരു രോഗം ഒരാൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു വ്യക്തിയാണ്. ഇതൊന്നുമില്ലാത്ത പക്ഷം നിങ്ങൾ മിഡിൽ ക്ലാസ് ആണ് എന്ന് പറയുന്നതിനകത്ത് യാതൊരുവിധ അർത്ഥവുമില്ല. കാരണം നിങ്ങൾ ഒട്ടും സേഫ് അല്ലാത്ത ഒരു സാമ്പത്തിക അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. അതേപോലെ നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു 10% 15% നിങ്ങൾക്ക് സേവിങ്സ് ആയിട്ട് മാറ്റിവെക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തിക ഭദ്രത ഉള്ള ഒരാളാണ്. ഇതൊന്നുമില്ലാത്ത പക്ഷം നമ്മൾ വളരെയധികം സമാധാനപരമായിട്ട് നമ്മളുടെ മുന്നോട്ടേക്കുള്ള ജീവിതത്തെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ബാലൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് തെറ്റും, നമ്മളുടെ കുടുംബത്തിലെ സമാധാനം പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഇൻകം കുറവാണ്, നിങ്ങൾക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ട്, ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള പ്ലാനുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു സംഗതി ടൈം മാനേജ്മെന്റ് ആണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് വേണ്ടി ഒരു സമയം മാറ്റിവെക്കുക, ആ ഒരു സമയം മുഴുവനായിട്ടും ആ ഒരു ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ആ ഒരു സമയം വിട്ടിട്ട് ആ ഒരു ജോലിയിലേക്ക് മുഴുകാതിരിക്കുക. ഇനി നമുക്ക് വേണ്ട സമയം എന്ന് പറയുന്നത് നമ്മളെ സെൽഫ് കെയറിന് വേണ്ടിയുള്ള ഒരു സമയമാണ്. നമ്മളുടെ ഹോബീസ്, ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമയമാണ്. നിങ്ങൾ ഗെയിംസ് കളിക്കാൻ പോകുന്ന ഒരാളാണ്, നിങ്ങൾ ക്രിക്കറ്റ് കാണുന്ന ഒരാളാണ്, നിങ്ങൾ സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റികൾ, റൈഡ് പോകുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. ഭാവിയിലേക്കുള്ള കരിയർ ഗ്രോത്തിന് വേണ്ടിയുള്ള, ഇൻകം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. അത് ഒരു താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇൻകം കുറവുള്ള ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത്. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ലോങ് ടൈമിൽ നല്ല ഇൻകം വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു സമയം അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റുകൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ പഠനത്തിന് ശേഷം നിങ്ങൾ ഭാവിയിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷം കിട്ടുന്ന അഡീഷണൽ ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബികൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി ബാക്കിയുള്ള മുഴുവൻ സമയം ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കുറച്ച് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസിൽ കൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മളൊരു നല്ല കുടുംബമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് എല്ലാ ആളുകളുടെയും ഒരു സഹകരണം ഇതിനാവശ്യമാണ്. എല്ലാ ആളുകളുടെയും ഒരു സഹകരണം ഇതിന് ആവശ്യമാവുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവരെ കൂടെ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ ടൈറ്റായിട്ട് വലിച്ചു പിടിക്കുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങളെ, കുട്ടികളുടെ ആവശ്യങ്ങളെ, അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങളെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പ്രഷർ, സ്ട്രെസ് നമുക്ക് നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാത്തിനും കറക്റ്റായിട്ടുള്ള ഒരു ടൈം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യാതിരിക്കാൻ പറ്റുന്ന സംഗതിയൊന്നുമില്ല. ഇത് പ്രോപ്പറായിട്ട് ചെയ്ത് വിജയിച്ച ആളുകൾ എക്സാമ്പിൾസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഓൺലൈനിലൊക്കെ കയറി പല വാർത്തകൾ കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിരാശരെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നിരാശരെ പാഠമാക്കി കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ വലിയ കോടീശ്വരന്മാരൊന്നും ആയില്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത്. അടുത്തതായി നിങ്ങൾ ബൗണ്ടറീസ് വയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം കുറവാണ്, നിങ്ങൾക്ക് ആ ഒരു ജോബിൽ വലിയ കാര്യമായിട്ടുള്ള പുരോഗതി നിങ്ങൾ ഫ്യൂച്ചറിൽ കാണുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലുള്ള പ്ലാനുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ജോലിയുടെ ടൈം അതിന് അനുവദിച്ചിരിക്കുന്ന ടൈമിലേക്ക് മാത്രമായിട്ട് ചുരുക്കുക. ആ ഒരു ജോബ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്കോ നിങ്ങളുടെ പേഴ്സണൽ ടൈമിലേക്കോ വരുന്ന തരത്തിലേക്കുള്ളതാണെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഭാവിയിലേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ തടയേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇൻകം കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ പിടിച്ചു നിൽക്കാതെ കുറച്ചും കൂടെ മനസ്സമാധാനമുള്ള അതേ ഇൻകമുള്ള മറ്റിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ചെയ്യേണ്ടത്. ഇവിടെയൊക്കെ ഇൻകം കുറവാണെന്നുണ്ടെങ്കിൽ നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത്. ധാരാളം വഴികളുണ്ട്.
എന്നും പഠിക്കാനായിട്ടുള്ള സാഹചര്യമുള്ള ഒരു സ്ഥലമാണ് നമ്മുടേത്. വളരെ തുച്ഛമായിട്ടുള്ള വിദ്യാഭ്യാസ ചെലവേ നമ്മുടെ ഇവിടെയുള്ള പല സ്കില്ലുകൾക്കും ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പുതിയ സ്കില്ലുകളിലേക്ക് മാറുക. ഷിഫ്റ്റ് ചെയ്യുന്നതിന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കൂടുതൽ വരുമാനമുള്ള മറ്റൊരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് യാതൊരുവിധ മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് സെൽഫ് കെയർ ആണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടുതലായും ഉദ്ദേശിക്കുന്നത് മിഡിൽ ക്ലാസ്സിനെയാണ്, ലോവർ മിഡിൽ ക്ലാസ്സിനെയാണ്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് വല്ലാത്ത പാടുണ്ട്. സേവിങ്സ് ഒന്നുമില്ല, എമർജൻസി ഫണ്ടൊന്നുമില്ല, ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും കാര്യമായിട്ടില്ല. അങ്ങനെയുള്ള ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഭാവിയിൽ വലിയ പ്രതീക്ഷയുള്ള ആളുകളായിരിക്കാം, അതിനുവേണ്ടി ഒരു സൈഡിൽ പണിയെടുക്കുന്ന ആളുകളായിരിക്കാം. അങ്ങനെയുള്ള ആളുകൾ ആ ഒരു പണിയെടുക്കുന്നതിനോടൊപ്പം തന്നെ ചിന്തിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെ നല്ല ആരോഗ്യം വേണ്ടതുണ്ട്. അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക, നമ്മളുടെ ഹെൽത്ത് നല്ല രീതിയിൽ നോക്കുക. വളരെ മോശം ഫുഡ് കഴിച്ച് നിങ്ങൾ 10 രൂപ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സംഗതിയാണ്. അതേപോലെ ജിമ്മിൽ 1000 രൂപ കൊടുക്കാൻ മടി കാണിച്ച് നിങ്ങൾ എക്സസൈസ് ചെയ്യാതിരിക്കുന്നത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. പലപ്പോഴും ഈ രോഗങ്ങൾ, അതേപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ അടുത്തുനിന്ന് സഹായം അഭ്യർത്ഥിക്കേണ്ട സാഹചര്യങ്ങൾ, രോഗങ്ങളാൽ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ലോ ഇൻകം ഗ്രൂപ്പുകളെയാണ്. കാരണം അവർക്ക് സെൽഫ് കെയറിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ്. അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ വളരെയധികം നമുക്കത് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റും. കാരണം കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി പോലും പണം അനുസരിച്ചിട്ട് വളരെ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈവൻ നിങ്ങൾ ഒരു ടൗണിലേക്ക് പോയി 10 ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാൽ ആ 10 ഇടത്തും ക്വാളിറ്റി അനുസരിച്ചിട്ട് പണം തിരിച്ചിട്ടുള്ള ഒരു വേർതിരിവ് കാണാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഫുഡ് കഴിക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈവൻ കുടിക്കുന്ന വെള്ളത്തിൽ പോലും നിങ്ങൾക്ക് കൊടുക്കാൻ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് മെന്റൽ ആൻഡ് ഫിസിക്കൽ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ ഇൻകം ഉള്ള ആളുകളൊക്കെ ഒരു കാലം വരെയൊക്കെ വലിയ അളവിൽ ചെയ്തുകൊണ്ടിരുന്ന സെൽഫ് കെയർ എന്ന് പറയുന്നത് അവരൊക്കെ പണിയെടുത്ത് മടുത്ത് വരുമ്പോൾ ഉറങ്ങാൻ വേണ്ടി മദ്യം കഴിക്കുക എന്നുള്ളതായിരുന്നു. ഈ മദ്യം കഴിക്കുന്ന സെൽഫ് കെയറിനകത്ത് ഉൾപ്പെടുന്ന ഒരു സംഗതിയാണോ? അല്ല, അത് നമ്മളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കാര്യങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഇൻ ഫ്യൂച്ചറിൽ നല്ല രീതിയിലുള്ള ഒരു പുരോഗതി ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. അടുത്തത് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു ലോ പെയിങ് ജോബാണ്, നിങ്ങൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനമാണ്. അപ്പോൾ ആ ഒരു ജോലിയിൽ നിന്ന് ഒരു കരിയർ ഗ്രോത്ത് വലിയ കാര്യമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല. ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ജോലി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു പണിക്ക് പോകാം. അപ്പോൾ നിങ്ങൾ അതിനേക്കാളും വളരെ ലോ ലെവലിലുള്ള ഒരു കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു ജോലിക്ക് പോകുന്നു, ലോ ഇൻകം ജോലിക്ക് പോകുന്നു. അന്നേരം നിങ്ങൾ രണ്ടറ്റം കൂടെ കൂട്ടിമുട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ നിങ്ങളൊരു 14-15 മണിക്കൂറൊക്കെ പണിയെടുക്കുകയാണെന്ന് വിചാരിക്കാം. അത് ബുദ്ധിപരമായിട്ടുള്ളൊരു ഡിസിഷനാണോ? അല്ല. നിങ്ങൾ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരാളാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇംഗത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, വർക്കിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കുറച്ചിട്ട് അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇംഗത്തിലേക്ക് എത്താൻ വേണ്ട കാര്യങ്ങൾ മനസ്സമാധാനത്തോടെ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓടി നടന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ ആരോഗ്യവും സമയവും നശിക്കും എന്നുള്ളതല്ലാതെ വലിയ കാര്യമായിട്ടുള്ള ഗുണം നമുക്ക് ലോങ് ടൈമിലേക്ക് കിട്ടാനായിട്ട് സാധ്യതയില്ല. നിങ്ങൾ ഇപ്പോൾ വൈകിട്ട് സ്വിഗ്ഗി സൊമാറ്റോ ഓടാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 500 രൂപ ഉണ്ടാവും. ഇപ്പോൾ ഈ പല ജോലികളൊക്കെ ചെയ്തിട്ട് അതിനുവേണ്ടി പോകുന്ന ആളുകളെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞാണ്, നിങ്ങൾക്ക് കിട്ടുന്ന 100-500 1000 ഒക്കെ ആയിരിക്കാം. പക്ഷേ ആ ഒരു സമയം നിങ്ങൾ ഭാവിയിലേക്ക് വലിയ ഇൻകം കിട്ടുന്ന തരത്തിലേക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ ബെനിഫിഷ്യൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്തയും കൂടെ കൊണ്ടുവരിക. ഇനി ഇതെല്ലാം കഴിഞ്ഞു, എന്നാലും നമ്മൾ കൺസിഡറബിളി ലോ ഇൻകം ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരാം, എങ്ങനെ സന്തോഷകരമായിട്ട് ജീവിക്കാം എന്നുള്ളതിൻ്റെ കുറച്ച് പോയിന്റുകൾ ഞാൻ പറയുകയാണ്. ഇത് എല്ലാം പറയുന്ന സമയത്ത് എല്ലാം ഒന്നും എന്നെ കൊണ്ടും പലപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 30 വയസ്സ് വരെ. 30 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ചൊക്കെ ഒരു വകതിരിവ് വന്നു. ഇപ്പം അങ്ങനെ മറ്റേ അഗ്രസീവായിട്ടുള്ള ഒരു അടിമ പണിയെടുക്കലൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെ ഇത്രയോ കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ജീവിക്കും. കുറച്ചും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ജീവിക്കും. കുറച്ചൊക്കെ സേവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ലോങ് ടൈമിലേക്കെങ്കിലും ചെയ്യും. പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നൊരു മാറ്റങ്ങളാണ്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് ഫോക്കസ് ഓൺ നോൺ മെറ്റീരിയൽ ഹാപ്പിനെസ് എന്നുള്ളതാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങളുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനായിട്ടുള്ള എഫേർട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും പിന്നീട് നമ്മൾ വളരെ സന്തോഷം ലഭിക്കാനായിട്ട് ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് അതനുസരിച്ചിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തിപ്പം നമ്മൾ വലിയൊരു കാറോ വലിയൊരു വീടോ ഒക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മളെ സാമ്പത്തിക സ്ഥിതിക്ക് അങ്ങേയറ്റത്തുള്ളതാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഫ്രീക്വൻറ്റ് കമ്പാരിസണും നമുക്കൊരു വിഷമമൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ ഉള്ളതിനനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ
ഈ ചുറ്റുപാടുമുള്ള ആളുകളുടെ, നമ്മളുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഒരു സന്തോഷം, അത് നമ്മളുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കാത്ത രീതിയിലുള്ള സന്തോഷം കൊടുക്കലുകൾ കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരുടെ കൂടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു രീതി, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. നമ്മളുടെ ഹോബീസ് എന്ന് പറയുന്ന സമയത്തും അത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹോബിയല്ല, അത് നിങ്ങൾക്ക് പണിയുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. നിങ്ങളുടെ സെൽഫ് കെയർ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുക. നിങ്ങളുടെ ഒരു ദിവസം വളരെ മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ നിങ്ങൾ പ്രോപ്പറായി ഉറങ്ങി റെസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്, ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അതിന് പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമുക്കുള്ളതിൽ നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഭക്ഷണം കഴിക്കാനായിട്ടുള്ള അവസ്ഥയുണ്ട്, അത് ലോകത്ത് പല ആളുകൾക്കും ഇല്ലാത്ത ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നല്ല വെള്ളം കുടിക്കാനായിട്ടുള്ള അവസ്ഥയുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യമാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷമുള്ള ഒരു കാര്യം വേറെയില്ല. നിങ്ങൾക്ക് മനസ്സമാധാനമുള്ള ഒരു പ്രണയബന്ധമോ വൈവാഹിക ബന്ധമോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വലിയൊരു വെൽത്ത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് ഉള്ള സാമ്പത്തിക അവസ്ഥയിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ പാർട്ണർ, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ നിലവിലത്തെ സാമ്പത്തിക അവസ്ഥയിലും നിങ്ങളോട് വളരെ സ്നേഹം കാണിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിലെ പല സമാധാനക്കേടുകളും മാറിക്കിട്ടും. അടുത്തതായി നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് മിനിമലിസം എന്ന് പറയുന്നത്. മിനിമലിസം എന്ന് പറയുന്നത് നമുക്ക് തീരെ പൈസ ഇല്ലാത്ത സമയത്ത് ട്രൈ ചെയ്യുകയും പൈസ ഉള്ള സമയത്ത് മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയൊന്നുമല്ല. മിനിമലിസം എന്ന് പറയുന്നത് ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. എന്നെക്കൊണ്ട് അത്രയൊന്നും പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ വലിയ അഭിമാനത്തോടെ വലിയ ആവേശത്തോടെ അതിനെക്കുറിച്ചിട്ട് പറയുന്നില്ല. മിനിമലിസം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം വസ്ത്രം വാങ്ങുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ഒരു ചോയ്സ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് മാത്രം എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫാസ്റ്റ് ഫാഷൻ ഒരു എക്സാമ്പിളാണ്. ഫാസ്റ്റ് ഫാഷൻ എന്ന് പറയുന്നത് അത്രയധികം വേണ്ടാത്ത ഒരു സംഗതിയാണ്. നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലേക്കോ ട്രെൻഡ്സിലേക്കോ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഷർട്ടും പാൻറ്റും ഒക്കെ കിട്ടും, അതിൻ്റെ ആവശ്യമില്ല. പണ്ടത്തെ മുണ്ടുടുക്കുന്ന നല്ല തയ്ച്ച ഷർട്ട് ഇടുന്ന ആളുകൾക്ക് അത്രയും വസ്ത്രത്തിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വസ്ത്രങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല, എന്നാൽ ക്വാണ്ടിറ്റി കാര്യമായിട്ട് ഉണ്ട് താനും. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചില ചേട്ടന്മാർ നല്ല മുണ്ടൊക്കെ തയ്ച്ച് തേച്ച് പശമുക്കി ഇന്ന് നടക്കുന്നത് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മളുടെ കയ്യിൽ ക്വാണ്ടിറ്റി ഉള്ളൂ, ക്വാളിറ്റി ഇല്ല എന്നുള്ളത്. അടുത്തത് ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. നമുക്ക് കിട്ടുന്ന വരുമാനം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ വളരെ പ്ലാൻ ചെയ്ത് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. സാമ്പത്തിക അവസ്ഥ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്ലാനിങ് ഒക്കെ ഈസി ആയിട്ട് വന്നുകൊള്ളും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് കൂടുതലായി പറയുന്നില്ല. എമർജൻസി ഫണ്ട്, ഹെൽത്ത്, അതേപോലെ തന്നെ സേവിങ്സ്, ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്, കരിയർ ഗ്രോത്തിന് വേണ്ടിയുള്ള എഡ്യൂക്കേഷനിലേക്കുള്ള സ്പെൻഡിങ്, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇതിനു വേണ്ടിയുള്ള ഒരു പ്ലാനിങ് ആണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. പിന്നെ നമ്മൾ എടുക്കുന്ന ചോയ്സുകളിലുള്ള ക്വാളിറ്റി, എസ്പെഷ്യലി ഓൺ ഫുഡ് ആൻഡ് വാട്ടർ. ഇനി നമ്മൾക്ക് സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നല്ല കമ്മ്യൂണിറ്റി വേണം, അവരുടെ സപ്പോർട്ട് വേണം. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ റിലേറ്റീവ്സ്, അവരെയൊക്കെ ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൽ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കാവാതിരിക്കുകയും നമുക്ക് സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. ലോൺലിനെസ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഒരു കാരണമായിട്ടൊക്കെ പറയുന്ന ഒരു സംഗതിയാണ് ഏകാന്തത എന്ന് പറയുന്നത്. ഏകാന്തത എപ്പോഴാണ് ഉണ്ടാവുന്നത്? നമ്മളുടെ വൈബിലുള്ള, നമ്മളെ മനസ്സിലാക്കുന്ന ആളുകളില്ലാത്ത സാഹചര്യത്തിലാണ്, നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ആളുകളില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഏകാന്തത ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വലിയ ടൈം നമ്മൾ ആ ഒരു സറൗണ്ടിങ്സ്, നമ്മളുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റി വെക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇൻട്രോവേർട്ടുകളായിരിക്കാം, അതേപോലെ തന്നെ നിങ്ങൾ അത്രയധികം ക്രൗഡിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കാത്ത ആളുകളായിരിക്കാം. എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്. സമാന ചിന്താഗതിയുള്ള ആളുകളെ, നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെങ്കിലും ചേർത്ത് നിർത്തുക എന്നുള്ളത്. അതിനുവേണ്ടി ഇത്തിരി എഫേർട്ട് എടുക്കണമെന്നേ. പലപ്പോഴും ഒന്ന് ഫോൺ വിളിച്ച് നോക്കുന്നതും ഫോൺ വിളിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതും വരെ, ഒരാളെ അന്വേഷിക്കുന്നതും വരെ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു ഫംഗ്ഷന് വിളിക്കുന്ന സമയത്ത് ഒന്ന് പോവാം, അങ്ങനെ പോകണം. നമ്മൾ ഓരോ കാര്യങ്ങൾക്കും അവർ നമ്മളെ സന്തോഷത്തോടെ വിളിക്കുന്ന സമയത്ത് അത് അറ്റൻഡ് ചെയ്യാനായിട്ടെങ്കിലും ശ്രമിക്കുക. അങ്ങനെ നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യണം. നമ്മളെ പേഴ്സണാലിറ്റി ട്രേറ്റൊക്കെ ഓക്കെയാണ്, പക്ഷെ നമ്മളുടെ അതിനെയെങ്കിലും, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചലഞ്ച് ചെയ്യാൻ വരുന്ന ഒരു സംഗതിയാണ്. അതിനെങ്കിലും ചലഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുക? ട്രൈ ചെയ്ത് നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കുക, ഒരു പ്രശ്നവുമില്ല. അടുത്തത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ആണ്. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഫിറ്റ് ആവേണ്ടതുണ്ട്. ഇന്ത്യയിലെ സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അതിന് സൊല്യൂഷനുണ്ട്. ഓടി ഒരു ആശുപത്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ റെഡിയാണ്. മെഡിക്കൽ കോളേജിലേക്കൊക്കെ ചാടിക്കയറി ചെല്ലാം. അത്രയധികം കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം നമുക്കിവിടെ ഉണ്ട്.
ആ ഒരു കൺസൾട്ടേഷൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ആഫ്റ്റർ കെയർ ഒക്കെ ചിലപ്പോൾ അത്ര നന്നൊന്നും ആയിരിക്കില്ല. പൈസ ഉള്ളവർ നല്ല കെയർ ഇവിടെ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, സാമ്പത്തികമായിട്ടുള്ള ഡിഫറൻസ്. ഇൻഷുറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ പെൻഡിങ് വെക്കാതിരിക്കുക. നിങ്ങൾക്കുണ്ടാവുന്ന കടുത്ത ക്ഷീണം പോലും നമ്മൾ ആരോഗ്യപരമായിട്ട് നോക്കേണ്ട ഒരു സംഗതിയാണ്. അതേപോലെ തന്നെ ഈ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അകാരണമായിട്ടുള്ള വിഷമം, ഏകാന്തത, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ മാനേജ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ്സിനെ നിലനിർത്താനായിട്ട് പറ്റും. അവസാനമായിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് അക്സെപ്റ്റൻസിലാണ്. അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതാവസ്ഥയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കരിയറിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ വരുമാനത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാം എന്നുള്ളതിൽ ഫോക്കസ് ചെയ്താൽ മതി. ഇതിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന സമയത്താണ് എപ്പോഴും നമുക്ക് വിഷമവും അത് ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത്. റിലേഷൻഷിപ്പ് ഫെയിലേഴ്സ് എന്ന് ആളുകൾ പറയും. പക്ഷേ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കാര്യത്തിൽ ഫെയിലർ ഇല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാരണം നിങ്ങളുടെ ഒരു പ്രണയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരു പ്രണയം വരുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു സംഗതിയാണ്. ആ ഒരു പ്രണയം പഴയതിനേക്കാളും ബ്യൂട്ടിഫുൾ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് ഫെയിലർ ഉണ്ടാവുന്നത്? അതേപോലെ ഇപ്പോൾ അച്ഛനും അമ്മയും നിങ്ങളോട് ടോക്സിക് പേരൻറ്റിങ് ആണ് എന്നുണ്ടെങ്കിൽ അത് കർമ്മം കൊണ്ട് നിങ്ങൾക്ക് ഒരു അച്ഛനും അമ്മയും പിന്നീട് വരാൻ സാധ്യതയുണ്ട്. കർമ്മം കൊണ്ട് ഇപ്പോൾ ബയോളജിക്കൽ ഡാഡ് ആൻഡ് മം അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളെ അത് എഫക്റ്റ് ചെയ്യേണ്ട സംഗതികളില്ല. നിങ്ങൾ ട്രോമകളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ അക്സെപ്റ്റൻസ്, ഇത് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ദാറ്റ്സ് എ റിയാലിറ്റി. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. അതേപോലെ മനുഷ്യരെല്ലാം പല തരത്തിലുള്ള ആൾക്കാരാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി കഴിഞ്ഞാൽ ക്രിപ്റ്റോ, അതേപോലെ തന്നെ ബാക്കിയുള്ള ട്രേഡിങ്, സ്റ്റോക്ക്, മ്യൂച്വൽ ഫണ്ട് ഭയങ്കര ബഹളമാണ്. എല്ലാവരും അവരുടെ ലാഭത്തിൻ്റെ കണക്കൊക്കെ കാണിക്കുന്നു, അവർ വാങ്ങിച്ച കാറിൻ്റെ കണക്കൊക്കെ കാണിക്കുന്നു. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് പറ്റാത്ത ഒരു വഴിയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ തരപ്പടിക്കാരോട് നിൽക്കുക. എന്താണെന്ന് പറഞ്ഞാലും നമുക്ക് ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും പോലെ ആവാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വീടും ഒരു കാറും ഒക്കെ ആയിരിക്കും സ്വപ്നം. എന്നാൽ ഇത് വാങ്ങിച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് അതിലും തൃപ്തി ഉണ്ടാവില്ല. അതിനേക്കാളും മുന്തിയ ഇനത്തിലേക്ക് പോവേണ്ടി വരും. അങ്ങനെ തേടിപ്പിടിച്ച് എല്ലാ ആൾക്കാരും നേടിയ മുന്തിയതിൻ്റെ അടുത്തേക്കൊക്കെ എത്താനായിട്ട് ലോകത്തെ ഭൂരിപക്ഷം ആളുകൾക്കും പറ്റാറില്ല. അപ്പോൾ ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക. നമുക്കുള്ളതിൽ ഹാപ്പി ആയിട്ട് പോയി കഴിഞ്ഞാൽ മനസ്സമാധാനം ഉണ്ടാവും. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒത്തിരിയധികം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു. കാരണം 2 വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. മനസ്സമാധാനത്തോടെ ജീവിക്കാനായിട്ട് നിങ്ങൾ അവലംബിക്കുന്ന മാർഗങ്ങളെ കുറിച്ചിട്ട് അറിയാനും ആഗ്രഹമുണ്ട്. ഇതിൽ പലതും എൻ്റെ പേഴ്സണൽ വ്യൂ പോയിന്റുകളാണ്. ഞാൻ പരീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ ആളുകളുടെയും ജീവിത അവസ്ഥ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും നിർബന്ധമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യേണ്ട സംഗതിയൊന്നുമല്ല. ഇത് ചുമ്മാ ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞാണ്. പിന്നെ കുറേയധികം സെർച്ച് പേപ്പറുകൾ നമ്മൾ എടുത്ത് നോക്കി വായിച്ച് അതിൽ നിന്ന് ഒരു അനാലിസിസ് നടത്തി എടുത്ത പോയിന്റുകളുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നന്ദി.